അപ്പോൾ ഇതാണ് നമ്മുടെ കുഴിമന്തി. എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. ഞങ്ങൾ നിൽക്കുന്നത് ആലപ്പുഴ ജില്ലയുടെയും കോട്ടയം ജില്ലയുടെയും നടുക്കാണ്. നടുക്കെന്ന് പറഞ്ഞാൽ കറക്റ്റ് പ്രോപ്പറായി നടുക്കാണ്. ഈ ബണ്ട് റോഡിൻ്റെ ആ സൈഡ് കോട്ടയം ജില്ലയും അപ്പുറത്തെ അക്കരെ എന്ന് പറയുന്നത് ആലപ്പുഴ ജില്ലയാണ്. തണ്ണീർമുക്കം പണ്ട് ഓൾമോസ്റ്റ് 1976 ഓപ്പൺ ചെയ്തതാണ്. ഏകദേശം 2 വർഷത്തിന് മുമ്പാണ് പൂർണ്ണമായ രീതിയിൽ തണ്ണീർമുക്കം ബണ്ട് കംപ്ലീറ്റ് ആയത്. ഇത് ശരിക്കും ഉപ്പുവെള്ളം കടലിൽ നിന്ന് കയറാണ്ടിരിക്കാൻ വർഷങ്ങൾ മുമ്പ്, അതായത് 1976 സ്റ്റാർട്ട് ചെയ്തപ്പോൾ അന്ന് മുതൽ ഭാഗികമായിട്ട് ഓപ്പൺ ചെയ്ത് അതിൻ്റെ ബണ്ടിട്ട് ഉപ്പുവെള്ളം കയറാണ്ടിരിക്കാനുള്ള സാഹചര്യത്തിൽ ഉണ്ടാക്കിയതാണ്. അന്നത്തെ മെക്കാനിസം അനുസരിച്ചാണ് ഇത് നമ്മളിപ്പോൾ കാണുന്നത് അതിൻ്റെ പകുതിയാണ്. അത് ഈ 2 വർഷം മുമ്പ് ഓപ്പൺ ആക്കിയതാണ്. അവിടെ ഈ പുതിയ രീതിയിൽ ബണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് ശരിക്കും വിഷയം. ഇപ്പോൾ നമ്മുടെ യാത്ര തുടർന്നത് നല്ല ഒരു കുഴിമന്തി ഫുഡ് തേടിയാണ്. അപ്പോൾ നമ്മൾ അന്വേഷിച്ചപ്പോൾ അരൂർ നല്ലൊരു REEM എന്ന് പറയുന്ന റെസ്റ്റോറൻ്റ് ഉണ്ട്. അപ്പോൾ നമ്മൾ കോട്ടയം ജില്ലയിൽ നിന്ന് ആലപ്പുഴ വഴി നേരെ എറണാകുളം ജില്ലയിലൊക്കെയാണ് പോകുന്നത്. നല്ലൊരു കുഴിമന്തി നേടി. അപ്പോൾ നമുക്ക് ആ വിഷ്വൽസാണ് നിങ്ങൾ കാണുന്നത്. നമുക്ക് പോയേക്കാം. ബണ്ട് റോഡിൽ നേരെ ചേർത്തലയിൽ വന്നു. ചേർത്തലയിൽ നിന്ന് നമ്മൾ ഹൈവേയിലേക്ക് കയറിയിരിക്കുകയാണ്. ആലപ്പുഴ എറണാകുളം ഹൈവേയിലേക്ക് കയറിയിരിക്കുകയാണ്. ഇവിടെ നിന്ന് ഏകദേശം 21 കിലോമീറ്റർ ഉണ്ട് നമ്മുടെ അരൂറാണ് നമ്മൾ പറഞ്ഞ റെസ്റ്റോറൻ്റ് ഉള്ളത്. അപ്പോൾ നേരെ അങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ബണ്ട് റോഡ്, തണ്ണീർമുക്കം ബണ്ട് റോഡിന് മുമ്പായിട്ട് ഒരുപാട് ചെറുകിട വ്യാപാരികളുണ്ട് അല്ലേ? മുട്ടയുണ്ട്. അതെ, ഫ്രഷ് മുട്ട കിട്ടും. നാടൻ മുട്ട, താറാമുട്ടയുണ്ട്, ഉണക്കച്ചെമ്മീനുണ്ട്. നമുക്ക് അവിടെ നിർത്തി സാധനങ്ങളൊക്കെ മേടിക്കാവുന്നതാണ്. നമ്മൾ മേടിക്കുകയും ചെയ്തെങ്കിൽ വരുന്നവർ സാധാരണ കട കിട്ടുന്നതിനേക്കാളും വിലക്കുറവാണ് കേട്ടോ. അപ്പം അങ്ങനെ വരുന്നുള്ളവർക്ക് അവിടുന്ന് സാധനങ്ങളൊക്കെ മേടിക്കാം. അപ്പം നമ്മളിനി നേരെ ഇപ്പോൾ നമ്മളിവിടുന്ന് നേരെ ഇപ്പോൾ അരൂർക്കാണ് കേട്ടോ. അവിടെ ചെന്നിട്ടുള്ള വിഷ്വൽസ് നമുക്ക് കാണാം. നമ്മളിവിടെ എത്തി. ആ കാണുന്ന അരൂർ സിഗ്നലാണ്. ഈ അരൂർ സിഗ്നലിൻ്റെ തൊട്ട് പറ്റേ തന്നെയാണ് REEM റെസ്റ്റോറൻറ്റ്. ഇവിടെയാണ് ഭയങ്കര ഫേമസ് ആയ കുഴിമന്തി കിട്ടുന്നതാണ് പറഞ്ഞത്. നമ്മൾ ഈ കാണുന്ന ഇതിൻ്റെ ഓപ്പോസിറ്റ് കാണുന്ന ഈ ഹൈവേ ചെന്ന് കിടന്ന ഒരു ബ്രിഡ്ജാണ്. ആ ബ്രിഡ്ജ് കയറി കഴിഞ്ഞാൽ നേരെ എറണാകുളം ജില്ലയാണ്. അപ്പോൾ എറണാകുളം ജില്ലയിൽ തൊട്ട് പറ്റയാണ് നമ്മൾ നിൽക്കുന്നത്. ആലപ്പുഴ ജില്ലയിൽ ആലപ്പുഴ ജില്ലയുടെ ബോർഡറിൽ തന്നെയാണ് ഈ റെസ്റ്റോറൻറ്റ് വരുന്നത്. അപ്പോൾ നമുക്കിപ്പോൾ നമുക്കൊരു പണി കിട്ടി. ഞങ്ങൾ ആക്ച്വലി ഇവിടെ ഫുഡ് കഴിക്കാൻ വന്നപ്പോൾ നമുക്ക് അകത്തിരുന്ന് കഴിക്കാൻ പറ്റുമെന്നായിരുന്നു വിചാരിച്ചിരുന്നത്. ഇവിടെ മറ്റേ കൊറോണയൊക്കെ കാരണം കേൾക്കാൻ പറ്റില്ല. നമുക്ക് അകത്തിരുന്ന് സംസാരിക്കാം അല്ലേ? ആക്ച്വലി നമുക്ക് പറഞ്ഞ പോലെ തന്നെ ഒരു പണി കിട്ടി. നമ്മൾ ഒരുപാട് കാരണം ഇതിനകത്ത് അകത്തിരുന്ന് കഴിക്കാൻ പറ്റുന്ന സൗകര്യം നല്ല രീതിയിലുണ്ട്. കാരണം നിലത്തിരുന്ന് കഴിക്കുകയൊക്കെ ചെയ്യുന്ന വീഡിയോസ് ഞാൻ കണ്ടിരുന്നു. അപ്പം അങ്ങനെയൊക്കെ വന്നിരുന്ന് കഴിക്കാന്നുള്ള രീതിയിലാണ് അങ്ങനെയൊക്കെ വന്നിരുന്ന് കഴിക്കാന്നുള്ള രീതിയിലാണ് ഞങ്ങളും വന്നത്. പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴാണ് ഇവിടെ പാഴ്സൽ മാത്രമേ ഉള്ളൂ.
കൊറോണയുടെ ഇഷ്യൂസ് ഉള്ളതുകൊണ്ട് ഇപ്പോൾ പാഴ്സൽ മാത്രമേ അവർ കൊടുക്കുന്നുള്ളൂ. കൊറോണയുടെ ഇഷ്യൂസ് ഉള്ളതുകൊണ്ട് പാഴ്സൽ മാത്രമേ കൊടുക്കുന്നുള്ളൂ. ബുക്കിംഗ് ഒക്കെ ഉണ്ട്, കാരണം ലിമിറ്റഡ് ആയിട്ട് അവർ ഉണ്ടാക്കുന്നുള്ളൂ. അപ്പം ബുക്ക് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്, ഇല്ലാതെയും കൊടുക്കുന്നുണ്ട്. അപ്പം നേരത്തെ കാലത്ത് വന്നാൽ നമുക്ക് മേടിക്കാം. അതെ, വിളിച്ച് പറഞ്ഞിട്ട് വന്നാൽ മേടിക്കാം. ഭയങ്കര തിരക്കാണ്. ഇപ്പോൾ നമ്മൾ കണ്ടല്ലോ, ഇപ്പോൾ വന്നപ്പോഴാണെങ്കിലും ഭയങ്കര തിരക്കാണ്. മേടിച്ചുകൊണ്ട് പോയി എവിടെയെങ്കിലും പോയിരുന്ന് കഴിക്കണം. അപ്പോൾ നമുക്കിത് കഴിക്കാനുള്ള സൗകര്യം ഇനി എവിടെയെങ്കിലും പോയി ഉണ്ടാക്കിയേ പറ്റുള്ളൂ. ഏതായാലും വീട്ടിൽ പോയിരുന്ന് കഴിച്ചാൽ അതിൻ്റെ തണുപ്പായി പോകും, അല്ലെ, ആറിപ്പോകും. നമുക്ക് എവിടെയെങ്കിലും ഒരു ഡിസ്പോസബിൾ പ്ലേറ്റ് കിട്ടുമെന്ന് നോക്കാം. അത് കിട്ടുവാണെങ്കിൽ നമുക്ക് വണ്ടിയിൽ നിന്ന് തന്നെ കഴിക്കാം. കഴിച്ചിട്ടുള്ള അഭിപ്രായം നമുക്ക് പറയാമല്ലോ, കാരണം അവിടെ പോയിരുന്ന അറ്റ്മോസ്ഫിയർ നമുക്ക് കിട്ടാതെ ഉള്ളൂ. കഴിച്ചിട്ടുള്ള അഭിപ്രായം പറയും, എന്താണ് ഈ കുഴിമന്തിയിൽ നമുക്കൊന്ന് അറിയണമല്ലോ. അല്ല, നമുക്ക് പോയേക്കാം. അപ്പം നമ്മൾ വൺ വേ ആയതുകൊണ്ട് അവിടെ നിന്ന് എടുത്ത് നേരെ ഈ പാലം ക്രോസ് ചെയ്ത് ഒരു യൂട്ടേൺ അടിച്ചേ വരാൻ പറ്റുള്ളൂ. അപ്പോൾ പിന്നെ ശരിക്കും പറഞ്ഞാൽ ആലപ്പുഴ ജില്ലയിൽ നിന്ന് നേരെ എറണാകുളം ജില്ലയിൽ കയറി ഒരു യൂട്ടേൺ അടിച്ചിട്ട് വേണം വരാൻ. അപ്പോൾ അത് പോയാലോ. അങ്ങനെ കറങ്ങി വന്നിട്ട് കടയിൽ കയറി പേപ്പർ പ്ലേറ്റ് ഒക്കെ കിട്ടി. ഇത് പൊട്ടിച്ചാ. അപ്പോൾ ഞങ്ങളിവിടെ സെറ്റായി. അരൂർ തന്നെ ഇച്ചിരി ഉള്ളിലോട്ട് മാറി കെൽട്രോണിൻ്റെ ഒക്കെ അടുത്തായിട്ട് വണ്ടി ഒതുക്കി എന്നാൽ അവിടെ നിന്ന് ഫുഡ് കഴിച്ചേക്കാൻ കരുതി. കാരണം ആഹാരം അതെ, കെൽട്രോണിൻ്റെ ഗേറ്റാണത്. ആഹാരം മേടിച്ചുകൊണ്ടുള്ള യാത്ര പന്തികടല്ലോ, നമുക്ക് ആഹാരം കൈയിരിക്കുമ്പോൾ ആഹാരം കഴിക്കാതിരിക്കാൻ പറ്റും. അപ്പോൾ എല്ലാം എടുത്തു തുടങ്ങി. അപ്പോൾ കഴിച്ചേക്കാം. 3 പൊതിയുണ്ട്. ഇത് നമ്മുടെ കുഴിമന്തി, പിന്നെ മയണൈസ് ഉണ്ട്, അതിൻ്റെ കൂടെ മറ്റേ തക്കാളി ചട്നിയുണ്ട്. ജസ്റ്റ് നല്ല ക്വാണ്ടിറ്റി ഉണ്ട്. ഒരെണ്ണത്തിന് 150 രൂപയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അതിൽ പൊട്ടിച്ച് നോക്കാം എന്തോരം ഉണ്ട്, ക്വാണ്ടിറ്റി എന്തോരം ഉണ്ടെന്നൊക്കെ നമുക്ക് നോക്കാം. അടിപൊളി, ശരിക്കും കൊള്ളാം. ആ ഒരു ടെൻഡറുണ്ട് നന്നായിട്ട്. ആ ചിക്കൻ്റെ ആ ഒരു ഇതുണ്ടോ, ഭയങ്കര ജ്യൂസിയാണ്. റൈസും ഒക്കെ അടിപൊളി. ഡിഫറൻസ് ഉണ്ട് അടിക്കും നമ്മൾ കഴിക്കുന്ന പോലെ. സാധാരണ കുഴിമന്തിയുടെ ഒരു വ്യത്യാസമുണ്ട്, നല്ലൊരു ടേസ്റ്റ് ഉണ്ട്. എല്ലാവരും വരുന്നതിൻ്റെ ഒരു കാര്യമുണ്ട്, അല്ലേ? കാര്യമുണ്ട്. പിന്നെ ഇവരുടെ ചട്നി സ്ട്രോങ് ആണ്, നല്ല ഫ്ലേവേർഡ് ആണ്, നല്ല സ്പൈസി ആണ്, സൂപ്പർ. ഏതായാലും ഇങ്ങനെ വന്നിരുന്ന ആഹാരം കഴിക്കാനും അല്ലെങ്കിൽ ഒരു സുഖം, അല്ലേ? അപ്പോൾ കഴിച്ചത്രയും മതി. ഞാനും കൂടി ഒന്ന് ടേസ്റ്റ് ചെയ്തിട്ട് കേട്ടോ, എങ്ങനെയുണ്ടോ നമുക്ക് നോക്കാം. ഇവിടെ അങ്ങനെ വെക്കണം. അപ്പോൾ ഏതായാലും ഞാനും എടുത്ത് കൺട്രോൾ ചെയ്യാൻ പറ്റണില്ല. അവനെ കൊണ്ട് പകുതി ഫുഡ് കഴിപ്പിച്ചിട്ടാണ് എഴുതിക്കുന്നത്. കാരണം എനിക്കും കൂടെ അഭിപ്രായം പറഞ്ഞ് ഒരുമിച്ച് കഴിക്കാമല്ലോ. നമുക്ക് ആദ്യം ഒരു പീസ്. ഭയങ്കര സോഫ്റ്റാണ് ചിക്കൻ, ഭയങ്കര സോഫ്റ്റാണ്. കാരണം കൊള്ളാം. സാധാരണ കുഴിമന്തി എങ്ങനെയുണ്ട്? സാധാരണ ചിക്കൻ കൊള്ളാം. ചിക്കന് ഡിഫറൻസ് ഉണ്ട്, ഭയങ്കര സോഫ്റ്റാണ്. ടെൻഡറാണ് നമുക്ക് ഓൾമോസ്റ്റ് എല്ലായിടത്തും കിട്ടുന്നത്. അതുപോലെ തന്നെ നല്ലൊരു ഫ്ലേവർ വ്യത്യാസമുണ്ട് കേട്ടോ. റെസിപ്പി എന്തെങ്കിലും വ്യത്യാസം ഉണ്ടായിരിക്കും. റൈസിനാണെങ്കിലും ഒരു റൈസ് ഞാൻ കഴിച്ചില്ല, റൈസ് കഴിച്ചു. മയണൈസ് എങ്ങനെയുണ്ട്? മയണൈസ് ഒരു ആവറേജാണ്, എനിക്ക് വലിയ ഇതായിട്ട് എനിക്ക് തോന്നിയില്ല. പക്ഷേ റൈസിനും ചിക്കനും ഫ്ലേവർ നമുക്ക് നോർമലി കിട്ടുന്ന ഷോപ്പുകളെക്കാളും ഒരു ഡിഫറൻസ് ഉണ്ട്. നല്ലൊരു ടേസ്റ്റിയാണ് അതിൻ്റെ ഫ്ലേവറും കാര്യങ്ങളൊക്കെ, അല്ലേ? നിനക്കും തോന്നി? നിനക്ക് ഞാൻ കഴിക്കട്ടെ, കിടന്ന് വേഗം വയ്ക്കണം. ഏതായാലും ഒരു ഒരെണ്ണം കൂടി കഴിച്ചോളൂ. ഇതിൻ്റെ
കൊള്ളാം. ഞാൻ ആ ചുവന്ന ചട്നി എടുത്തില്ല, കാരണം എനിക്ക് ഇഷ്ടമല്ല ചുവന്ന ചട്നി. മയണീസ് കൂട്ടാനാണ് ഇഷ്ടം. നമുക്ക് ബാക്കി കഴിച്ചേക്കാം. ഞങ്ങളൊന്ന് കഴിച്ച് തീർക്കട്ടെ കേട്ടോ. അത് കൃത്യമായ രീതിയിൽ നമുക്ക് എല്ലാ കാര്യവും പറയാം. അപ്പോൾ ഞാൻ എൻ്റെ ഫുഡ് അടി കഴിഞ്ഞ് എൻ്റെ യുദ്ധം കഴിഞ്ഞിരിക്കുന്നു. ഒന്ന് നോക്കട്ടെ, പ്ലേറ്റ് ഒന്ന് കൊണ്ടോട്ടെ. ക്ലിയർ ആക്കിയിട്ടുണ്ട്. വേസ്റ്റേജ് ഫുഡ് കളയാൻ പാടില്ലെന്നാണല്ലോ. അതെ, അത് ശരിയാട്ടോ. ഞങ്ങൾ ഈ പാക്കറ്റിനകത്ത് തന്നെ ഇട്ട് നമ്മൾ കൊണ്ടുപോകണം, ഇവിടെയൊന്നും ഇടുന്നില്ല. കാരണം നമ്മൾ പ്ലാസ്റ്റിക് നമുക്ക് പൊതുവഴികളിലൊന്നും ഇടുന്നത് ശരിയല്ല. നമ്മൾ ഡിസ്പോസ് ചെയ്യേണ്ട സ്ഥലത്ത് തന്നെ ഇടുള്ളൂ. എടാ കുപ്പി എടുത്തു കഴിക്കാൻ. അവിടെ ഫുഡ് കഴിച്ച് ഞങ്ങൾ ഇവിടെ നിന്ന് വണ്ടി സ്റ്റാർട്ട് ചെയ്യുകയാണ്. ആക്ച്വലി നമ്മൾ കെൽട്രോണിൻ്റെ അടുത്ത് അരൂർ തന്നെ ഇതൊരു ജങ്കാറൊക്കെ വരുന്ന സ്ഥലമാണ്. ഒരു ചെറിയൊരു കായലാണ് അവിടെ. അപ്പോൾ ആ ഒരു സ്ഥലത്താണ് നമ്മൾ വന്നിരുന്ന് ഫുഡ് കഴിച്ചത്. നല്ല അറ്റ്മോസ്ഫിയർ ആയിരുന്നു, നന്നായിട്ട് കഴിക്കാൻ പറ്റില്ല. അടിക്കുക ആക്ച്വലി ഞങ്ങൾക്ക് അവിടെ പോയിരുന്ന് കഴിക്കണമെന്നായിരുന്നു. അവിടെ ജങ്കാറൊക്കെ വരുന്ന കാരണം അധികം സ്ഥലമില്ല. കാരണം ഇങ്ങനെ മാറിയിരുന്ന് നമ്മളിവിടെ ഇട്ടാണ് കഴിച്ചത്. അല്ലേ, കാണാൻ പറ്റുന്നുണ്ടോന്ന് അറിയില്ല. അതെ, കാണാൻ പറ്റുന്നുണ്ടോയെന്ന് അറിയില്ല. അവിടെ ഒരു ജങ്കാറൊക്കെ വരുന്നുണ്ട് അങ്ങേ അറ്റുന്നൊക്കെ. അപ്പോൾ അവിടെയാണ് നമ്മൾ വന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് പോയേക്കാം. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു ഡിഷാണിത്. അതെ, ശരിക്കും ട്രൈ ചെയ്ത്. പക്ഷേ നമുക്കൊരു കാര്യം അറിയേണ്ടതെന്ന് വെച്ചാൽ, ഒരു കുഴിമന്തി മേടിക്കുമ്പോൾ ഒരുപാട് റൈസ് വരുന്നുണ്ട്. ഇപ്പോൾ 2 പേർക്കുള്ള റൈസ് ഞങ്ങൾക്ക് മേടിച്ചിട്ട് വീട്ടിലുള്ള 5 പേർക്കും കഴിക്കാവുന്ന രീതിയിലുള്ള റൈസ് തന്നിട്ടുണ്ട്. ചിക്കൻ 4 പീസായിട്ട് 1 പീസ്, ഒരു 1/4 പീസാണ് നമുക്ക് കിട്ടുന്നത്. അത് നമുക്ക് എങ്ങനെയെങ്കിലും കഴിക്കാം. പക്ഷേ റൈസ് ഇത്രയും ബാലൻസ് വരുന്നുണ്ട് അല്ലേ. നമ്മളിപ്പോൾ കഴിച്ചത് തന്നെ ഒരാളുടെ റൈസും 2 ചിക്കനും മാത്രമേ കഴിച്ചു. ഒരു ഫുൾ റൈസ് ഇപ്പോഴും ഇരിപ്പുണ്ട്. ആ ഒരാളുടെ റൈസിൽ നിന്നും ബാലൻസ് ഉണ്ട്. നമ്മളിപ്പോൾ പാക്ക് ചെയ്ത് എടുത്തു ഓൾറെഡി. അപ്പോൾ അതൊരു വേസ്റ്റേജ് ആയിട്ട് വരുന്നുണ്ടല്ലോ ഒരുപാട്. ചിലപ്പോൾ അത് ഫുഡ് കഴിക്കാത്തവർ ചിലപ്പോൾ ദൂരെ കളഞ്ഞേക്കാം. അപ്പോൾ അതിൻ്റെ ആവശ്യമുണ്ടോ ശരിക്കും അല്ലേ? ശരിക്കും ചോദിച്ചിട്ടാൽ മതി. കാരണം എത്ര വേണം, ഫുള്ള് വേണം, ഹാഫ് വേണം, പാഴ്സലൊക്കെ ആണെങ്കിൽ ചോദിച്ചിരുന്നായിരിക്കും നല്ലത്. അതൊന്നും കൂടി ബെറ്റർ ആയിരിക്കും ഒന്നും കൂടി. അപ്പോൾ ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടുന്ന് അരൂർ വന്ന് ഇപ്പോൾ ഫുഡൊക്കെ കഴിച്ചു. അവിടുത്തെ ടേസ്റ്റുകൾ അറിഞ്ഞു, അവിടുത്തെ അഭിപ്രായങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു അല്ലേ. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ലൊക്കേഷൻ കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്ക്രിപ്ഷൻ കൊടുത്തേക്കാം. അപ്പോൾ എല്ലാവരും വന്ന് ട്രൈ ചെയ്ത് നോക്കുക. അവിടെ ഇരുന്ന് കഴിക്കാനുള്ള സാഹചര്യം അവിടെ ഇല്ല. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. അതുവരെ Goodbye.